ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അത് കാണിക്കാനുള്ള സ്ഥലം ഇതല്ല. എത്ര പറഞ്ഞാലും ഞാൻ ബാക്കി ആരുടെങ്കിലും കാര്യം ഇയാളുടെ മമ്മി ആലോചിച്ചിട്ടുണ്ടോ? ഒരു കുടുംബം നശിപ്പിച്ചില്ലാതാക്കിയിട്ട് അമ്മയുടെയും മകളുടെയും വൃത്തികെട്ട രീതികൾ. സത്യം പറഞ്ഞാൽ വിവാഹം കഴിച്ചത് ഒരബദ്ധമായിട്ട് എനിക്കിപ്പോ തോന്നുന്നത്. നീ ഇപ്പൊ ഇങ്ങോട്ട് വരണം. ഞാൻ വരുന്നില്ലമ്മേ. നീ വരുന്നില്ലെങ്കിൽ അമ്മ അങ്ങോട്ട് വരും. എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു തെരുവിൽ നിർത്താൻ പറ്റില്ല. ഞാൻ വന്നോളാം. അമ്മ ഒന്ന് പറയുന്ന കേക്ക്. അമ്മ ഇറങ്ങുന്നു വേണ്ട. ഞാൻ ഇറങ്ങാതിരിക്കണമെങ്കിൽ നീ ഇങ്ങോട്ട് വരാന്ന് എനിക്ക് വാക്ക് തരണം. വരണം. ശരി, ഞാൻ വരാം. ബന്ധങ്ങൾക്ക് വലിയൊരു കുഴപ്പമുണ്ട് മാണിക്കുഞ്ഞ്. ചിലർ ചിലപ്പോ നമ്മുടെ ചിരി കട്ടി, ചിലർ ചിലപ്പോ നമ്മുടെ സങ്കടങ്ങൾ കട്ടി. അമ്മമാരുടെ ഒരു പ്രശ്നം സ്നേഹിച്ചങ്ങ് കുന്നുകളെ. ഞാൻ പോട്ടടോ. അതിനെ കൂടി കരയിക്കാൻ എനിക്ക് വയ്യ. സത്യം പറഞ്ഞ എന്താ ഇനി മോളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മോളുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ മോള് ശ്രദ്ധിക്കണം. ഒരു കാര്യം അമ്മ വ്യക്തമായിട്ട് പറയാം മോളെ. എന്തിന്റെ പേരിലായാലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ തമ്മിൽ അകന്നു പോകുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നവീന്റെ ജീവിതത്തില് എപ്പോഴും നീ നവീന്റെ കൂടെ ഉണ്ടാവണം. ശരി, എന്റെ മനസ്സിപ്പോ ശാന്തമാണ്. ഞാൻ നവീനോട് നന്നായിട്ട് തന്നെ പെരുമാറാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്റെ കുട്ടി. പക്ഷെ എന്നിട്ടും എവിടെയോ പിഴച്ചു പോവുക. മോളിച്ചെല്ല്. അമ്മ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചോളാം. ശരി അമ്മേ. വാ വാ. അയ്യോ അമ്മ, ഓടി വാ. പാമ്പ്! അയ്യോ, 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 അമ്മ വേദനിക്കുന്നു. എന്താ എന്താ ഇവിടെ എന്ത് പറ്റി? കഥ നിർമ്മലേ, കണ്ടില്ലേ എന്റെ മോളെ എവള് കൊല്ലാൻ ശ്രമിച്ചത് കണ്ടാ? എടി നിന്നെ വാടാ ഇങ്ങോട്ട്. മോളെ, ഗാഥ എന്താ ഇത്? നവീൻ, എന്നെ കഴുത്തി കൂട്ടി പേടിപ്പിക്കുക അവര്. അതിനവര് പാമ്പിനെ കൊണ്ടുവന്നു. പാമ്പോ? ആ അതെ, ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അവക്ക് ഭ്രാന്താ നവീൻ. അവൾ അലറി വിളിക്കുന്ന കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. അപ്പോഴെന്റെ തല അടിച്ചു പൊട്ടിച്ച്. അയ്യോ അമ്മ, ഞാനിപ്പോ ചത്തു. അമ്മ എന്റെ ആശുപത്രി കൊണ്ടോ അമ്മ. അയ്യോ, എന്താണ് നീ എന്റെ മോളെ ചെയ്തത്? നിനക്ക് ആരാണ് എന്റെ മോളെ തൊടാനുള്ള അധികാരം തന്നത്? നിനക്ക് ഭ്രാന്താണെങ്കിൽ നീ എന്റെ വീട്ടിൽ പോയി കാണിക്കും. ദേ, ഈ കുടുംബത്തെ കാണിച്ച നിന്നെ ആടിച്ചെന്റെ തല്ലുവോ? നിങ്ങൾ എന്നെ തല്ലുവോന്ന്? തല്ലു, നിങ്ങൾ എന്നെ തല്ലുവോന്ന്? മോളെ, ഇങ്ങോട്ട് മാറി നിക്ക്. അമ്മായി, ആദ്യം കീർത്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്ക്. ഞാൻ വണ്ടി എടുക്കാം. അമ്മായി അവളെ വിളിച്ചോണ്ട് പോ. എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതിന് നിന്റെ സഹായത്തിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. നീ നിന്റെ ഭ്രാന്തിയായ ഭാര്യയെ കൊണ്ട് ചികിത്സിക്ക്. കൊണ്ടുപോയി വല്ല ആമത്തൊഴിലിട്ട് പൂട്ട്. ഉദേട്ടാ, നമുക്ക് മോളെ ആശുപത്രി കൊണ്ടുപോവാം. എടാ നവീനെ, എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ല.
ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വിളമ്പി വെക്കുന്ന ഓരോ മണി ചോറും ഞാനെടുത്ത് കഴിക്കുന്നതേ വെറും നാണക്കേടോടുകൂടി തന്നെയാ. പക്ഷെ ഞാനിവിടുത്തെ ആരുമല്ല. എന്നെ വേണമെങ്കിൽ നിങ്ങളെല്ലാം കൂടെ ചവിട്ടി തേച്ചോ. പക്ഷെ നിർമ്മല കളരിക്കലയാണ്. നിർമ്മലയുടെ മോള് കളരിക്കലയാണ്. അവർക്കിവിടെ എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന്, ഈ കുടുംബത്തിന് എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. അത് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം. അവിടെ സിത്താര ശ്രീനിവാസന്റെ മോള് എവക്ക് ഭ്രാന്താണ്, മുടി ഭ്രാന്ത്. കണ്ടാ നിന്റെ നാക്കിഞ്ഞോട്ട് പിടിച്ചു വെച്ചൊരു വര പറഞ്ഞാലുണ്ടല്ല, പിന്നെ നീ വാ തുറക്കൂല. നിന്റെ അമ്മയുടെ അഹങ്കാരം അതോടെ തീരോടി. നിക്കണോണ്ടില്ലേ? വാ 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 വാ, നമുക്ക് കൊച്ചിനെ കൊണ്ട് ആവശ്യം. വാ വാ മോളെ, മോളെ സൂക്ഷിച്ചു പോവാ. ബാക്കി ഞാൻ വന്നിട്ട് പറയാടാ. നിന്നെ ഞാൻ പ്രത്യേകം കാണുന്നടി. നീയൊക്കെ വന്ന് നവീൻ, ഞാൻ പറഞ്ഞത് സത്യാണ്. അവരെല്ലാവരും കൂടി കരുതി കുട്ടീനെ ചതിച്ചതാ. എനിക്ക് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ അവര് ശ്രമിക്കാണ്. അവരിവിടുന്ന് പുറത്താക്കണം. അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത് എന്റെ തീരുമാനമാണ്. ഈ കുടുംബത്തിലെ തീരുമാനം എടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിലേ എന്റെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കും അറിയാം. അമ്മേ, എന്റെ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടാവണമെങ്കിൽ അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. മോൾ ആദ്യം മനസ്സൊന്ന് ശാന്തമാക്ക്. എല്ലാത്തിനും ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്തിനൊക്കെ പ്രതികരിക്കേണ്ടതെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? കുറെ കാലമായി ഞാനിതൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട്. കാത് ഇത്ര ബുദ്ധിമുട്ടി ആരെ സഹിക്കണമെന്നില്ല. നവീൻ, അമ്മ എന്തിനാ ഇയാളുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുക. അത് കാണിക്കാനുള്ള സ്ഥലം ഇതല്ല. എത്ര പറഞ്ഞാലും ഞാൻ 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 ബാക്കി ആരുടെങ്കിലും കാര്യം ഇയാളുടെ മമ്മയെ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കുടുംബം നശിപ്പിച്ചില്ലാതാക്കിയിട്ട് അമ്മയുടെയും മകളുടെയും വൃത്തികെട്ട രീതികൾ. സത്യം പറഞ്ഞാൽ വിവാഹം കഴിച്ചത് ഒരബദ്ധമായിട്ട് എനിക്കിപ്പോ തോന്നുന്നത്. എനിക്കും അതെ. മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു ഭ്രാന്താലയത്തിലേക്കാ വന്ന് കേറിയത്. ഒരു നശിച്ച വീട്. എനിക്ക് മതിയായി. എനിക്ക് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കണമെന്നില്ല. മോളെ, ഈശ്വര, അമ്മ നല്ല വേദനയുണ്ട്. വേദന കുറച്ചു നേരം കാണുന്നു ഡോക്ടർ പറഞ്ഞില്ലേ? നീയൊന്ന് സമാധാനിക്ക്. എന്നാൽ ഇത് കുറച്ച് കഷ്ടമായി പോയി നിർമ്മലെ. എവിടുന്ന് കയറി വന്ന ഒരുത്തി നമ്മളുടെ മോളുടെ തലയടിച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞ നമുക്ക് ഈ വീട്ടിൽ അത്രയല്ലേ ഉള്ളൂ സ്ഥാനം. അടിച്ചു കഴിഞ്ഞും അവളുടെ അഹങ്കാരം കണ്ടില്ലായിരുന്നോ? ഇന്നലേക്ക് പോയാ നമ്മളെ മൂന്നാളെയും ചിലപ്പോ അവള് കൊല്ലും. അവളുടെ മനസ്സിൽ സിത്താര ശ്രീനിവാസന്റെ മകൾക്ക് എന്ത് ചെയ്യാനുള്ള അധികാരം ഉണ്ടല്ലോ. ഇതിപ്പോ നേരെ ചൊവ്വയെ ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാന്ന് വെച്ചാ അമ്മയുടെ വിരൽ ഉടനെ നീളും. എന്തിനാ? കീർത്തി, നിർമ്മല, ഉദയനും ഔട്ട്. അവളുടെ അഹങ്കാരം കൊണ്ട് തന്നെയാ ഇതുവരെ നവീനൊപ്പം ഒരു രാത്രി പോലും അവൾക്ക് ഉറങ്ങാൻ കഴിയാത്തത്. ശപിച്ചതുകൊണ്ട് കാര്യമായില്ല നിർമ്മലെ.